കോമ്പറ്റേറ്റീവ് എക്സാമിനെ പറ്റി നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു കണ്ടന്റാണ് റെഫറൻസ് ബുക്ക്. സോ അങ്ങനെ നിങ്ങൾ റെഫറൻസ് ബുക്കിനെ തേടിപ്പോയി കണ്ടെത്തുന്ന സമയത്ത് കാണാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് വലിയ ബുക്സ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് ആ ബുക്കിനെ വായിക്കാൻ പോകുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ പോകുന്നുണ്ടാവില്ല. അതിൻ്റെ കൂടെ അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും. നമ്മൾ ഇത്രയും ടൈം ഈ ഒരു ബുക്ക് വായിച്ച് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കിത് വല്ല ഉപകാരം ഉണ്ടാവുമോ എൻ്റെ എക്സാമിന്? അതിനേക്കാൾ കൂടുതൽ എനിക്ക് നല്ലത് വല്ല സിമ്പിളായിട്ടുള്ള നോട്ട്സ് വല്ല ടെലഗ്രാം എന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അത് പഠിച്ച് എഴുതിയാൽ പോരെ എന്നുള്ളതല്ലേ. അങ്ങനെ ഞാനും പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റെഫറൻസ് ബുക്ക് ഇത്രയും അത്യാവശ്യമാണോ, നമ്മൾ അത്രയും സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയ സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ നല്ലൊരു ടോപ്പ് 5 ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസ് ബുക്ക് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ബുക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് നല്ലൊരു NITയോ അല്ലെങ്കിൽ വേറെ സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ആവശ്യമെങ്കിലും നമുക്ക് മാസ്റ്റേഴ്സിൻ്റെ സമയത്ത് നല്ല കൺസെപ്റ്റ് ആവശ്യമുണ്ടല്ലോ. ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരാളാണ് ഈ ഒരു റെഫറൻസ് ബുക്ക്. സോ അതെങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളത് കൂടിയാണ്, അതേപോലെ തന്നെ ഏതൊക്കെ ബുക്കാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കെമിസ്ട്രീനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് 3 ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. ഒന്ന് ഫിസിക്കൽ കെമിസ്ട്രി, രണ്ടാമത്തത് ഇനോർഗാനിക് കെമിസ്ട്രി, മൂന്നാമത്തത് ഓർഗാനിക് കെമിസ്ട്രി. സോ ഈ മൂന്നിനെയും നമ്മൾ എടുത്ത് നോക്കാൻ പോവുകയാണ്. ഓരോന്നിനും ഓരോ റെഫറൻസ് ബുക്കുകളാണ്. സോ ഫസ്റ്റ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രിക്ക് നമ്മൾ മെയിനായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് പൂരി ശർമ്മ പട്ടാനിയ. അതേപോലെ തന്നെ വേറൊരാളാണ് KL കപൂർ, അതേപോലെ തന്നെ പീറ്റർ അറ്റ്കിൻസിൻ്റെ ബുക്ക്. സോ ഈ 3 ബുക്സും നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ അടിപൊളി റെഫറൻസ് ബുക്കാണ്. ഇനി നിങ്ങൾക്ക് ലാംഗ്വേജ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഏതാണോ കോൺഫിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നത് അത് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടതാണ്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചിട്ട് ഫിസിക്കൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. കഴിഞ്ഞില്ല, നമുക്കറിയാം ഫിസിക്കൽ എന്ന് പറയുന്നത് മാക്സിമം പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ്. സോ ഫിസിക്കലിൻ്റെ കൺസെപ്റ്റിൻ്റെ കൂടെ നമ്മൾ പ്രോബ്ലം ചെയ്യണം. സോ ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എൻ അവസ്ഥി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. സോ ഈ 4 ബുക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഫിസിക്കലിന് വേണ്ടിയിട്ട് റെഫർ ചെയ്ത് തരുന്നത്. സോ സെക്കൻഡ് വൺ ഇനോർഗാനിക് കെമിസ്ട്രി ആണ്. സോ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ട ഒരു ബുക്ക് എന്ന് പറയുന്നത് ഹ്യൂഹിയാണ്. അതേപോലെ തന്നെ ഇനോർഗാനിക് ഞാൻ കൂടുതൽ നിങ്ങൾ ബുക്ക് വായിച്ച് പഠിക്കണം, അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ അത്ര എഫേർട്ട് ഇടുന്നതിനേക്കാളും നല്ലത് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആകും. കാരണം എന്ന് വെച്ചാൽ ഇനോർഗാനിക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നിങ്ങൾ കൂടുതൽ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണ്. സോ കൂടുതൽ നിങ്ങൾ ബുക്സിലേക്ക് പോകാണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഷോർട്ട് നോട്ട്സ് ഒക്കെ അവൈലബിൾ ആവുകയാണെങ്കിൽ അത് പഠിക്കുന്നതായിരിക്കും. ഇനി അതല്ല, അതിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർഡിനേഷൻ കെമിസ്ട്രി ആണെങ്കിൽ അജയ് കുമാറിൻ്റെ ബുക്ക് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഓർഗാനോ മെറ്റാലിക്സ് എടുക്കുകയാണെങ്കിൽ അജയ് കുമാർ. ഇങ്ങനെ 2-3 ടോപ്പിക്സുകൾ മാത്രം നമ്മൾ റെഫറൻസ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് നോട്ട്സ് തന്നെ പഠിച്ചു പോയാലും മതിയാവുന്നതാണ്. സോ ദ തേർഡ് വൺ ഓർഗാനിക്, നോട്ട് ദ ലീസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ നമ്മുടെ റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏരിയ ആണ് ഓർഗാനിക് കെമിസ്ട്രി. സോ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബൈബിൾ എന്ന് പറയുന്നത് ആരാ? ക്ലെയ്ഡൻ ആണ്. സോ ക്ലെയ്ഡൻ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരു ഫോറിൻ ഓതറിൻ്റെ ബുക്ക് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കില്ല, നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് കംപ്ലീറ്റ്ലി വായിക്കണം, അതേപോലെ തന്നെ കംപ്ലീറ്റ് പഠിച്ച് തീരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ചെറുതായിട്ട് നിങ്ങൾ ബേസിക് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ക്ലെയ്ഡൻ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ക്ലെയ്ഡൻ എന്തുകൊണ്ടാണ് ബൈബിൾ എന്നറിയപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ PYQs ആയിക്കോട്ടെ, അതായത് CSIR NET ആയിക്കോട്ടെ, GATE ആയിക്കോട്ടെ, JAM ആയിക്കോട്ടെ, ഏതൊരു എൻട്രൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലെയ്ഡൻ ബുക്കിലുള്ള ക്വസ്റ്റ്യൻ നേരെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് കാണാൻ പറ്റും. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒരു തരി വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് ക്ലെയ്ഡനിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇത് 3 നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ IITJAM പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ PYQ, അതായത് ഒരു 15 years ബാക്ക് വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഏരിയ ആണോ പഠിക്കുന്നത് അത് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. സോ റെഫറൻസ് ബുക്ക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ടോപ്പ് 5ലേക്ക് മാത്രമല്ല നിങ്ങളുടെ ഭാവിയിലേക്കുള്ള കെമിസ്ട്രിക്ക് പോലും അത് നിങ്ങൾക്ക് യൂസ് ആവുന്നതായിരിക്കും. സോ താങ്ക് യു.